നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി മെഡിസിൻ വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു ടെൻഷനായി. തള്ള തങ്കുട്ട് പണി തരുന്ന യാത്ര മുടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി ആണെങ്കിലോ ആകെപ്പാടെ പേടിച്ചരണ്ട പട്ടില്ല. ശ്രുതിക്ക് അമ്മയെന്ന് വെച്ച ജീവനാണ് താനും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായി പോയി ശ്രുതി പിന്നീട് മുറിയിൽ നിന്നും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി മനസ്സിൽ വിചാരിച്ചു, ഏറ്റു തൽക്കാലത്തേക്ക് ഇത് മതി, ഇനി അവൻ മെഡിസിനുമായിട്ട് വരട്ടെ. എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം. ഒരു കാരണവശാലും ഈ ട്രിപ്പ് നടക്കാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. തന്നോടാ ഇവരുടെ കളി എന്നൊക്കെ വിചാരിച്ച് ചന്ദ്രമതി ഇരിക്കുകയാണ്. ഈ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് രേവതി എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഈ റൂം മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി റൂം എടുത്താലോ? വേറൊരു സ്ഥലത്തോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? എന്തോ ഇവിടെ മുഴുവൻ ആ തെമ്മാടിക്കൂട്ടങ്ങളല്ലേ, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇവിടുന്ന് റൂം മാറാം, വേറെ റൂം എടുക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അങ്ങനെ പേടിച്ചോടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമല്ലേ സമയം കാണത്തുള്ളൂ. അങ്ങനെ പേടിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അതല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിവിടെ എന്തിനാ വന്നേ? 1-2 ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ച് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാനാ. അങ്ങനെ വരണ സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. സച്ചേണ്ണും അതെ, എനിക്കും അതെ. എനിക്കും വല്ലാത്തൊരു ഭയമുണ്ട്. കാരണം ഇനി എന്തേലും വന്നു പോയിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പോരുന്ന സമയത്ത് അമ്മ പറയുകയും ചെയ്താ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, അല്ല നിനക്ക് നിർബന്ധമാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് റൂം മാറാന്ന് പറഞ്ഞു. അങ്ങനെ അവര് റിസപ്ഷനിൽ പോയി പറഞ്ഞ് അവർ വേറെ സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ ഇതൊന്നും അവന്മാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്മാരുടെ വിചാരം എന്താ, രേവതി സച്ചയ്ക്ക് ആ റൂമിലുണ്ട്, അവർക്കിട്ട് പണി കൊടുക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ രേവതി സച്ചയൊക്കെ റൂം മാറി കാര്യങ്ങളൊന്നും അറിയത്തില്ലാതെയാണ് അവന്മാരിയ്ക്കുന്നത്. ഈ സമയം ഗുളികയൊക്കെ വാങ്ങിക്കൊണ്ട് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അമ്മയെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഗുളിക കഴിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ടമ്മ വേദന? ഒരു രക്ഷയില്ല, നല്ല വേദനയാ മോനെ. അതെ, ഈ ഗുളിക കഴിച്ചു കഴിയുമ്പോഴത്തേനും തന്നെ അത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയുടെ ഇലേക്ക് ഗുളിക കൊടുത്തു. ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു, ഗുളിക കഴിക്കാൻ പറ്റില്ല, ഇവര് കാണാതെ എങ്ങനെയായാലും കളയണം. അങ്ങനെ ഒടുവിൽ ശ്രുതി അങ്ങോട്ട് തിരിയണ സമയത്ത് ചന്ദ്രമതി ആ ഗുളിക കളഞ്ഞു. എന്നിട്ട് ഗുളിക കഴിച്ചെന്നൊക്കെ കള്ളത്തരം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എങ്കിലും ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേദന കുറയണ്ടേ, പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എവിടെ വേദന? എനിക്ക് ഒരു കുറവില്ലട മോനെ, നല്ല വേദനയാ. ആ സമയം ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ടമ്മേ? എൻ്റെ മോളെ എന്ത് പറയാനാ, നല്ല വേദനയാ, എനിക്ക് ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇനിയിപ്പം നിങ്ങളുടെ യാത്ര, ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങൂല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല യാത്ര മുടക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു വയറുവേദനയല്ലേ ഉള്ളൂ, അതിനിപ്പോൾ അത് ഇച്ചിരി കഴിയുമ്പോൾ കുറയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ വേദന കുറവല്ലോ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വേദന വെച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട്, എന്താ ചന്ദ്ര നിനക്കിത് എന്തു പറ്റി? എൻ്റെ രവിയേട്ടാ, എനിക്ക് വയറുവേദന കാരണം ഒരു രക്ഷയില്ല. വയറുവേദനയോ? അതിനിപ്പോൾ എന്താ സംഭവിച്ച? പെട്ടെന്ന് എന്താ നിനക്കൊരു വേദന? എന്താന്ന് അറിയില്ല എൻ്റെ രവിയേട്ടാ, ഭയങ്കര വയറുവേദന, എനിക്ക് വയറനക്കാൻ പറ്റുന്നില്ല. രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതെ, ശ്രുതി ഒരു മെഡിസിൻ വാങ്ങിക്കൊണ്ട് തന്നു, ഞാനത് കഴിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്? എന്നിട്ടും വേദന കുറയുന്നില്ല. ആ സമയം ശ്രുതി പറഞ്ഞു, അച്ഛാ എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് വേണ്ട, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലേ അവരെന്നെ വല്ല ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പ് ഇട്ട് കിടത്തും. എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന പേടിയാന്നുള്ള കാര്യം രവിയേണ്ണ അറിയാലോ, ഞാനിവിടെ കിടന്നോളാം, വേദന കുറച്ച് കഴിയുമ്പോൾ കുറയുമായിരിക്കും. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ പോകുന്നില്ലേ, ട്രിപ്പ് പോകുന്നില്ലേ? അത് പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എനിക്ക് ഈ വയ്യാത്ത സമയത്ത് ഇവര് ട്രിപ്പ് പോയാൽ എങ്ങനെ ശരിയാവുന്നേ? രവിയേട്ടനും എന്നെ കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവത്തില്ലേ? രവിയേട്ടനും വയ്യാത്തല്ലേ? ശ്രുതി പറഞ്ഞു, അമ്മയും മരുന്ന് കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ കുറയുമായിരിക്കും. ഇത് കുറയുന്ന വേദനയാന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അതിന് ചന്ദ്രൻ ഞാനുണ്ടല്ലോ, അവർ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ ചന്ദ്രമതി അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കിടന്ന് കരയുവാണ്. ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി മുറിയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഇത് നിങ്ങളുടെ അമ്മയുടെ അടവാന്ന് എനിക്ക് തോന്നേ, നമ്മുടെ ട്രിപ്പ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു, അടവോ? അതെ,
ഏയ് അമ്മ അങ്ങനെയൊന്നും അടവ് കാണിക്കില്ല, അതും എൻ്റെ അടുത്ത്. ഏ കാരണം എന്നെ അമ്മയ്ക്ക് അങ്ങനെ വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. പിന്നെ അമ്മ എന്തിനാ ഇപ്പൊ അടവ് കാണിക്കുന്നേ? സച്ചിയുടെ രേവതിയുടെയൊക്കെ അടുത്താണ് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അടുത്ത് അമ്മ അങ്ങനെ കാണിക്കാറില്ല. ഇത് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നി ഇത് അമ്മയുടെ അടവാന്ന് തോന്നേ, നമ്മുടെ ടൂർ പ്രോഗ്രാം മുടക്കാൻ വേണ്ടിയിട്ട്. അമ്മ പുതിയ അടവായിട്ട് വന്നിരിക്കുന്ന ശ്രുതിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രുതി പറഞ്ഞു, നമ്മുടെ ട്രിപ്പ് മുടങ്ങിയിട്ടുണ്ട്, അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വയ്യ, നമ്മൾ പോകുന്നത് എങ്ങനെയാ? പോയിട്ടുണ്ട് അമ്മ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഞാൻ എന്ന് വെച്ചാൽ ജീവനാണ് താനും. ഈ അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിൽ നാളെ പറയില്ലേ, അത് പിന്നെ നമുക്ക് ദോഷം ചെയ്യില്ലേന്ന് ചോദിച്ചു. ശ്രുതിക്ക് ദേഷ്യമായി. ശ്രുതി പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ചെയ്യുക, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ടിരിക്കുക. ശ്രുതി ചെവുത്താനും കടലിനും നടുവിൽ പെട്ട ഒരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന കിരണിന്റെ കിങ്കരന്മാരും കൂടെ എന്ത് ചെയ്തു, രേവതിയുടെ സച്ചിയുടെ മുറിയുടെ എല്ലാടെ പോകണം. അപ്പൊ അകത്തൊച്ച എനക്കൊന്നും കേൾക്കുന്നില്ല. ഇവരിവിടെ ഇല്ലേ? നോയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ആളില്ലെന്ന്. അവര് റൂമിൽ നിന്ന് പോയെന്ന് തോന്നുന്നില്ലടാന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാർ എന്ന് കിരണിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരിവിടുന്ന് പോയെന്ന് തോന്നുന്നത് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലേ? അവരെങ്ങോട്ടാ പോയെന്നറിയോ? അതറിയില്ല. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ചോദിച്ചു നോക്കാം അവരെങ്ങോട്ടാ പോയെന്ന്. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നെ തല്ലിയവൻ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയണ കിരണ. ഇതേ സമയത്ത് രേവതിയും സച്ചിയും കൂടെ പുറത്ത് നല്ല എൻജോയ്മെന്റിലാണ്. അവർ വേറെ റൂമൊക്കെ മാറി വേറെ റൂമിൽ ആയിട്ട് പുറത്ത് കറങ്ങാനായിട്ട് പോയി. അവിടെ പോയി അടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ കൈ കോർത്ത് പിടിച്ച് നല്ല റൊമാൻസ് നടക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്ത്? അത് പിന്നെ അധികം ഒന്നും വൈകാതെ ഒരു കുഞ്ഞു രേവതിക്കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എനിക്ക് ഒരു സച്ചിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതെ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല സച്ചിയേട്ടാ, ദൈവം എന്താ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആട്ടെ. അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, ഇതുവരെ ആയിട്ടൊന്നും ഇല്ലോ. അച്ഛമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറഞ്ഞു, അത് പിന്നെ അതെ, ഇനിയിപ്പം കൂടുതലൊന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം, അതെനിക്ക് ആഗ്രഹമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് നടക്കുന്ന കാണുമ്പം എനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ സച്ചിയും പറയണം. രേവതി പറഞ്ഞു, നമുക്ക് ആലോചിക്കാം, എന്താണെങ്കിലും ഈ ട്രിപ്പൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് സച്ചി പറഞ്ഞു, എത്രയും പെട്ടെന്ന് വേണം. അല്ല, നിന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞു വേണം എന്നൊക്കെയുള്ള. പക്ഷേ സച്ചേട്ടൻ അറിയാലോ, നമുക്ക് കിടക്കാനായിട്ടൊരു മുറി പോലും ഇല്ല. ഒരു മുറിയൊക്കെ പണിതതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സച്ചു പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി മുറി പണിയുന്നോടം വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നേ. ഇനി നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും എന്താണെങ്കിലും ഒരു കുഞ്ഞു വേണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് രേവതിയെ ചേർത്ത് പിടിക്കുകയാണ്. രേവതിക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ ഈ സമയത്ത് അവന്മാർ രേവതി സച്ചി എവിടെയെന്ന് അന്വേഷിക്കുമായിരുന്നു, കിരണും കൂട്ടരും. കാരണം സച്ചി ഇല്ലാതാക്കി രേവതിയെ പിടികൂടണമെന്നായിരുന്നു അവരുടെ മനസ്സിലെ ആഗ്രഹം. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.